കരിയറിലെ ഏറ്റവും നാടകീയമായ പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെച്ചു. ഡോക്ടർമാർ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടും കാൽമുട്ടിലെ വേദന സഹിച്ച് കളിച്ച നെയ്മർ ജുവന്റിയോടിനെതിരെ രണ്ടാം പകുതിയിൽ ഹാട്രിക് നേടി സാന്റോസിനെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. ഈ 3-0 വിജയത്തോടെ തന്റെ പഴയ ക്ലബിനെ തരം താഴ്ത്തൽ മേഖലയിൽ നിന്ന് രക്ഷിച്ച താരം ലീഗിൽ ഒരു മത്സരം മാത്രം ശേഷിക്കെ ടീമിനെ ഏതാണ്ട് സുരക്ഷിതമാക്കി. ബ്രസീലിയൻ രണ്ടാം ഡിവിഷനിലേക്ക് വീഴാതിരിക്കാൻ നിർബന്ധമായും വിജയം ആവശ്യമുള്ള സാഹചര്യത്തിലാണ് സാന്റോസ് എവേ മത്സരത്തിന് ജുവന്റ്യൂഡിനെതിരെ ഇറങ്ങിയത്. ജുവന്റ്യൂഡ് ഇതിനകം തരം താഴ്ത്തപ്പെട്ടിരുന്നുവെങ്കിലും സാന്റോസിന് ഈ മത്സരം നിർണായകമായിരുന്നു. ടീം തരം താഴ്ത്തൽ മേഖലയിലേക്ക് തൊട്ടുമുകളിലായിരുന്നു. അവസാന തരം താഴ്ത്തൽ സ്ഥാനവുമായി 2 പോയിന്റ് മാത്രമായിരുന്നു വ്യത്യാസം. മെനിസ്കസ് പ്രശ്നത്തെ നേരിടുന്ന നെയ്മർ വിശ്രമിക്കാനുള്ള മെഡിക്കൽ ഉപദേശം അവഗണിച്ച് കളിക്കാനിറങ്ങി. ക്ലബിനും ആരാധകർക്കും ഈ മത്സരത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഇത് അടിവരയിട്ടു. നമ്പർ 10 ജേഴ്സിയിലെ താരത്തിന്റെ ഓരോ ടച്ചും സാന്റോസിന്റെ നിലനിൽപ്പിനുള്ള പ്രതീക്ഷ നൽകിയിരുന്നു. ആദ്യ പകുതിയിലെ ശ്രദ്ധപൂർവമായ കളികൾക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നെയ്മർ ഗോൾ നേടി. അതിവേഗമുള്ള കൗണ്ടർ അറ്റാക്ക് പൂർത്തിയാക്കി 1-0 മുന്നിലെത്തിയതോടെ ടീമിന്റെ സമ്മർദ്ദത്തിന് അയവ് വന്നു. 10 മിനിറ്റിനുള്ളിൽ ഈ ഗോൾ വിനീഷ്യസിന്റെ ക്രോസിൽ നിന്ന് ശ്രദ്ധയോടെയുള്ള ഫിനിഷിംഗിലൂടെ അദ്ദേഹം ലീഡ് ഇരട്ടിയാക്കി. പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്തപ്പോഴും അദ്ദേഹത്തിന്റെ ചലനവും ടൈമിംഗും മികച്ച നിലവാരം പൂർത്തിയാക്കി. അവസാന മിനിറ്റുകളിൽ പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് ലക്ഷ്യം കണ്ടതോടെ നെയ്മർ തന്റെ ഹാട്രിക് പൂർത്തിയാക്കി. അവസാന 3 ലീഗ് മത്സരങ്ങളിൽ നിന്ന് നെയ്മറിന് 5 ഗോളുകളായി. തരം താഴ്ത്തൽ ഭീഷണിയിൽ നിന്ന് സാന്റോസിനെ രക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇത് അടിവരയിടുന്നു. ജുവന്റ്യൂഡിനെതിരെയായ വിജയത്തോടെ 42 പോയിന്റുമായി സാന്റോസ് 14ാം സ്ഥാനത്തേക്ക് ഉയർന്നു. തരം താഴ്ത്തൽ മേഖലയിലുള്ള വിക്ടോറിയയിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിച്ചു. ലീഗിൽ ഒരേയൊരു മത്സരം മാത്രം ശേഷിക്കെ തരം താഴ്ത്തൽ മേഖലയേക്കാൾ 3 പോയിന്റ് മുന്നിലാണ് സാന്റോസ്.